അപ്പോൾ നല്ല പ്രാക്ടീസ് വേണം, അതോടൊപ്പം പ്രിപ്പറേഷനും വേണം. പ്രിപ്പറേഷൻ, പ്രാക്ടീസ് ആൻഡ് പ്രസൻറ്റേഷൻ, ഈ മൂന്ന് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിലൊരു പ്രഭാഷകനാവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വരുമ്പോൾ ഞാൻ അവിടെ ചെന്ന എന്താ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ഈ ചുമരുമ നോക്കിയാൽ മതി വിഷയം. ആ വിഷയം നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വിഷയം ഇതിന് തന്നെ ഇങ്ങനെ ഇവിടെ വന്ന് ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംസാരിച്ച് തുടങ്ങാം ധൈര്യമായിട്ട്. ഏതായാലും നമ്മളെ ഈ ലക്ഷ്യം, ഈ പ്രസംഗ വൈഭവം ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ പിന്നാലെ എഞ്ചിൻ പോകുന്നിടത്തൂടെ മറ്റു ബോഗികളൊക്കെ വരുന്ന പോലെ എല്ലാ ജീവിത സാഹചര്യങ്ങളും ഈ പ്രസംഗം എന്ന കാലങ്ങളിൽ ആർജിച്ചെടുത്താൽ പിന്നാലെ വരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരും ഉഷാറാക്കുക. സമയമില്ലാത്തതിന് കൂടുതൽ പറയുക. ഏറ്റവും നല്ല ഈ സ്ഥാപനം ഇനിയും ഒരു ആകാശത്തോളം ഉയരട്ടെ. നമ്മളെല്ലാ പിന്തുണയുണ്ടാവും. വളരെ നന്നായിട്ടുണ്ട്. ന്യൂട്രലായി പോകുന്ന നമ്മുടെയൊക്കെ ഫസ്റ്റും സെക്കൻഡും ആവശ്യം വന്നാൽ 5 ഗിയർ വരെ ഇടാൻ നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇന്നത്തെ ഉദ്ഘാടന ക്ലാസ്സും ഈ ബ്രൈറ്റ് അക്കാദമിയാണ്. എന്നും ഇത് നിലനിൽക്കട്ടെ എന്നും ഇതിലേക്ക് വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കൂടുതലാണ് അല്ല, നമ്മൾ വീഡിയോയിൽ കണ്ടതിനേക്കാളും വളരെ മനോഹരമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ. യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോഴാണ് ശരിക്കൊരു പ്രോഗ്രാമിൽ വന്ന് സംസാരിക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടുന്നത്. എന്തായാലും ഒരേ ലക്ഷ്യത്തിലേക്ക് വന്നിട്ടുള്ള എല്ലാവർക്കും നല്ല പ്രസംഗരാവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക. അതായത് എല്ലാവരും അവരുടെ മനസ്സിൽ നിന്നാണ് ജീവിത വിജയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത്. ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളും അതൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മളൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റുന്നത്. എന്തായാലും വളരെ സന്തോഷം. ഫൈസൽ സാറിന് ഇതുപോലെ ഇനിയും നല്ല പ്രസംഗരെ ഉണ്ടാക്കാനും ജീവിത വിജയം നേടിക്കൊടുക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരും നല്ല പ്രസംഗരാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പക്ഷേ അത് പരമാവധി നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കുക തന്നെ വേണം. അത് ഞാൻ ഇവിടെ വളാഞ്ചേരി ആദ്യം ഇവിടെ വരുന്നത് മറ്റേ ബ്രൈറ്റ് അക്കാദമിയും മറ്റേ വളാഞ്ചേരിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ, പക്ഷെ അവിടെ 3 ക്ലാസ്സിന് വന്നതാണ് ഞാൻ എല്ലാം നിർത്തി, സ്റ്റോപ്പാക്കി. കാരണം ഇത് നമ്മളെ കൊണ്ട് നടക്കൂല. ഇത് വലിയ രാഷ്ട്രീയക്കാർക്ക്, അതേപോലെ മതപണ്ഡിതന്മാർക്ക്, ഫൈസൽ സാറിന് പോലത്തെ ആൾക്കാർക്കൊക്കെ അത് പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം നിർത്തി വെച്ചു. കാരണം നടക്കൂല. അവിടെ അടച്ചു വെച്ചു ഞാൻ. പിന്നെ എനിക്കിത് മാസങ്ങളായിട്ട് കഴിഞ്ഞ് പിന്നെ എനിക്കിത് തോന്നി ഒന്നും കൂടി നോക്കാം. പിന്നെ എനിക്ക് വന്നത് ആഗ്രഹം എന്ന് പറഞ്ഞാൽ കത്തിജ്വലിക്കുന്ന ആഗ്രഹം. അതിന് ഞാൻ വന്നു ഫൈസൽ സാറിന് വിളിച്ചു. ഫൈസൽ സാർ അപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇങ്ങോട്ട് നെടുങ്ങാട്ടൂർക്ക് മാറ്റിയിട്ടുണ്ട്, അവിടെയാണുള്ളതെന്ന് അറിഞ്ഞു. അങ്ങനെ ഞാനിവിടെ വന്നപ്പോൾ തന്നെ 4-5 പേരുണ്ട്. നമ്മളെ മൂസ സാഹിബൊക്കെ ഉണ്ട്. മൂസ സാഹിബിൻ്റെ ഒക്കെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായും ഒരു എനർജിയാണ് നമുക്ക്, ഭയങ്കര ഒരു ഊർജ്ജം കിട്ടുന്ന പോലെ. പിന്നെ 2ാമത്തെ ക്ലാസ്സിന് വന്നു, അങ്ങനെ 3ാമത്തെ ക്ലാസ്സിന് വന്നു. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ ബ്രൈറ്റ് അക്കാദമിയെ കൊണ്ടും ഫൈസൽ സാറിനെ കൊണ്ട് മാത്രമാണ്. അതിന് ഹൃദയത്തൊട്ട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു വേദിയൊക്കെ കിട്ടി, അതിലൊക്കെ പ്രസംഗിക്കാൻ പറ്റി. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർ കൂടുമ്പോൾ അതിൽ നിന്നിട്ട് നമ്മളൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ പറയാൻ സാധിച്ചു. അതൊക്കെ ഇതുകൊണ്ടാണ്. എല്ലാവർക്കും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. നമ്മൾ കത്തിജ്വലിക്കുന്ന ആഗ്രഹം ഉണ്ടായാൽ മതി. പിന്നെ ഇന്നത്തെ കാലത്ത് പ്രസംഗമൊക്കെ നിർബന്ധമായിട്ട് വന്നിട്ടുണ്ട്. കാരണം എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് കയറുന്നുണ്ടെങ്കിൽ പ്രസംഗം നിർബന്ധം, അല്ലെങ്കിൽ നോട്ടീസും കോടിയും പിടിച്ച് ഒന്നും നടക്കേണ്ടി വരും, മൈക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും കഴിയും. ഇപ്പോൾ അവിടെ 1-2 ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ മെച്ചപ്പെടും എന്നുള്ളതാണ്. കാരണം നമ്മളിപ്പോൾ അവിടെ ഫസ്റ്റ് വന്ന വയറല്ല 2ാമത്തെ വന്നു, അപ്പോൾ 2ാമത്തെ വന്ന വയറല്ല 3ാമത്തെ വന്നപ്പോൾ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മാറ്റം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇവിടെ വരുമ്പോൾ അസീസ് എന്ന് പേര് വിളിക്കുമ്പോൾ അവിടെ നിന്ന് നടന്നിരുമ്പോൾ നെഞ്ചിലൊരു തീക്കട്ട കോരിട്ട പതിലായിരുന്നു ഞാൻ വന്നിരുന്നത്. ഇപ്പോൾ ഒരു ഐസിങ് കട്ട ഇട്ട പതിലാണ്. വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സ്ഥാപനമാണ്. നമുക്കറിയാം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റു ഏതൊരു സ്ഥാപനങ്ങളായാലും, സ്കൂളായാലും ഇതുപോലുള്ള മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ആയാലും ഒരു കാലപരിധി ഉണ്ട്. 1 മാസമോ അല്ലെങ്കിൽ 1 വർഷമോ. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ ഹൈസ്കൂളിലായ SSC കഴിഞ്ഞാൽ നമ്മളോട് പോരണം, +2 ആണെങ്കിൽ അത് കഴിഞ്ഞാൽ പോരണം. പക്ഷേ ബ്രൈറ്റ് അക്കാദമിയെ സംബന്ധിച്ചിടത്തോളം LKG കുട്ടി വന്നാലും അയാൾ ഇവിടുന്ന് പൂർണ്ണമായും പഠിച്ചിട്ട് പോയാൽ മതി എന്നുള്ളതാണ്. പഠിച്ചാലും ഇവിടുന്ന് പറഞ്ഞേക്കണില്ല, ഇടയ്ക്ക് വന്ന് നമുക്ക് പരിശീലിക്കാനൊക്കെ ഉള്ളൊരു അവസരം നൽകുന്ന കേരളത്തിലല്ല ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏക സ്ഥാപനമായിരിക്കും ബ്രൈറ്റ് അക്കാദമി. മാത്രമല്ല, ഈ ബ്രൈറ്റ് അക്കാദമിയുടെ ഈ ഹാള് കാണുമ്പോൾ നമ്മളൊക്കെ സന്തോഷത്തിലാണ്. കാരണം എന്താണ്, ഈ ബ്രൈറ്റ് അക്കാദമിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരും പോയിട്ടില്ല. ഞാൻ മനസ്സിലാക്കണം അങ്ങനെയാണ്. ആരും പഠിച്ചു പോയിട്ടില്ല എന്നാണ് ഞാൻ വൈദ്യുതാരൊക്കെ സംസാരിച്ചപ്പോൾ. ഇപ്പോഴും 700, 800, 1000 ആളുകൾ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, ഈ ബ്രൈറ്റ് അക്കാദമി തുടങ്ങിയ കാലം തൊട്ടുള്ള ആളുകൾ മുഴുവൻ ഇപ്പോഴും ഇതിൽ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരുടെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഈ ആളുകളൊക്കെ കൂടിയിട്ട് ഈ ബ്രൈറ്റ് അക്കാദമി ഈ നിലയിൽ എത്തിച്ചത്, ഈ ഹാളും താഴത്തെ നിലയൊക്കെ, ഈ ബിൽഡിംഗ് മൊത്തത്തിൽ തന്നെ ബ്രൈറ്റ് അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ സംഭാവന. ഇങ്ങനെ നമ്മൾ ഈ സംഭാവന നൽകണമെങ്കിൽ നമുക്കും അതിൽ പങ്കാളിയാവാനായിട്ടുള്ള പ്രയത്നം എന്താണ്? ഫൈസൽ സാറിൻ്റെ ഈ ബ്രൈറ്റ് അക്കാദമി കൊണ്ടെടുക്കുന്നതിലുള്ള അദ്ദേഹം കാണിക്കുന്ന ആത്മാർത്ഥതയാണ്. കാരണം സാധാരണക്കാരനും പൈസ ഉള്ളവനും പൈസ ഇല്ലാത്തവനും അതുപോലെ തന്നെ സ്കില്ലുള്ളവനും പ്രസംഗിക്കാൻ കഴിയണവനും കഴിയാത്തവനൊക്കെ തന്നെ ഇവിടെ പ്രസംഗിക്കാനുള്ള അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എന്നുള്ളത് തന്നെയാണ് ബ്രൈറ്റ് അക്കാദമിയും അതുപോലെ തന്നെ അത് കൊണ്ടെടുക്കുന്ന ഫൈസൽ സാറിൻ്റെയും ഏറ്റവും വലിയ ഈ ബ്രൈറ്റ് അക്കാദമി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രചോദനം. കാരണം നമ്മളൊക്കെ വരുന്നുണ്ട് ചെറിയ ഫീസിൽ. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ അതൊക്കെ യൂട്യൂബിലും ഇതിലൊക്കെ അന്വേഷിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും വലിയ ഫീസുകളാണ്. അതുമാത്രമല്ല, ഒരു മാസക്കാലം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടൊക്കെ പ്രാസംഗികനാവാം എന്നുള്ള വലിയ മോഹന സുന്ദര വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടുള്ള ക്ലാസ്സുകളാണ്. നമുക്കറിയാം, നമ്മൾ ഏത് മേഖലയിൽ പോയാലും 1 ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊന്നും ഒരു വിഷയവും അല്ലെങ്കിൽ ഏത് മേഖലയും, ഇനിയിപ്പോൾ നമ്മൾ ജോലി ആയാലും, ഇപ്പോൾ ഞാനൊരു പാചകക്കാരനാണ്, എനിക്കറിയാം വർഷങ്ങൾ ഹോട്ടൽ പണി എടുത്തിട്ടാണ് ഞാൻ പാചകം പഠിച്ചത്. കാറ്ററിംഗ് മേഖലയിലേക്ക് വരുന്നത് 5 കിലോ ചോറ് പുറത്ത് വീട്ടിൽ പോയി വെച്ചിട്ടാണ് ഞാനത് ഡെവലപ്പ് ചെയ്ത് പഠിച്ചു വരുന്നത്. പാചകം ഹോട്ടലിൽ പഠിച്ച് അത് പിന്നെ കുറേശ്ശെ ഈ വീടുകളിൽ പോയി വെച്ചിട്ടാണ് പിന്നെ കിൻഡൽ കണക്കിന് വെക്കുന്ന ഇതിലേക്ക് എത്തുന്നത്. ഒരു പുതിയൊരു വിഭവം വരുമ്പോൾ നമ്മളത് ആദ്യം നമ്മുടെ വീട്ടിൽ ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചിട്ടാണ് പോകുന്നത്. എന്നതുപോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നമുക്ക് പരീക്ഷിക്കാനും പ്രസംഗിച്ച് പഠിക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാക്കി ബ്രൈറ്റ് അക്കാദമി നിലനിന്ന് പോവുകയാണ്. അത് നിലനിൽക്കേണ്ടത് നമ്മളെ കൂടി ആവശ്യമാണ് എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരുപാട് ആളുകളോട് സംസാരിക്കാൻ വേണ്ടി എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. വന്നിട്ട് ഒരു വ്യക്തിയുടെ വ്യക്തി ജീവിതത്തിലും അതുപോലെ സാമൂഹിക ജീവിതത്തിലും ഒതുങ്ങുന്ന രീതിയിലുള്ള നല്ല ഉപദേശങ്ങളും ക്ലാസ്സുകളും കേൾക്കാൻ പറ്റി. വളരെ സന്തോഷം. വളരെ താമസിച്ചു പോയി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇനി പറ്റുന്ന അവസരങ്ങളിലൊക്കെ വരാൻ ശ്രമിക്കും. വളരെ നല്ല ക്ലാസ്. സാറിന് നന്ദിയുണ്ട്. എല്ലാവർക്കും നമസ്കാരം. മനോഹരമായി വാഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് സംഘാടകർക്കും ബന്ധപ്പെട്ടവർക്കും എല്ലാവിധ നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശരിയാവും. തുടക്കത്തിൽ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടുന്ന് പോയ ഒരാളാണ് അസ്കർ സാറിന്ന് ആ തുടക്കത്തിൽ ഇവിടെ നിന്നിട്ട് ഫസ്റ്റ് പ്രസംഗിക്കാൻ കഴിയാതെ സാറ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ പഞ്ചാരക്കുന്നിൽ തേന്മഴ പെയ്ത പോലത്തെ ഒരു അനുഭവമാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ മനോഹരമാണ്, ഇവിടെ വന്നപ്പോൾ അതിനേക്കാൾ മനോഹരമായിരുന്നു. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞ പോലെ വാവിട്ട വാക്കിൻ്റെ പോക്ക് തടുക്കുവാൻ ഊക്കത് വിട്ടവർക്കില്ല എന്നാണ്. അപ്പോൾ വിടുന്ന വാക്ക് ഊക്കോടെ സ്നേഹത്തോടെ മറ്റുള്ളവൻ്റെ മനസ്സിൽ പൂക്കാലം വിരിയിക്കുന്ന രീതിയിൽ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന വാക്ക് ഉണ്ടാവാതിരിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഞാൻ ആദ്യമായിട്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഈ വളരെ നല്ലൊരു ഇതായിരുന്നു, അറേഞ്ച്മെൻ്റ് ആയിരുന്നു. ഇത്തരമൊരു അറേഞ്ച്മെൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ജീവിത വിജയം എന്ന വിഷയത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ജീവിതത്തിൽ എല്ലാവരും പകർത്തണം എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. എങ്കിലും നമുക്കൊന്ന് വിജയിക്കാൻ സാധിക്കാം. ഞാൻ ഇന്ന് ഈ ക്ലാസ്സിന് ഒരാഴ്ച മുമ്പ് തന്നെ പ്ലാനിട്ടതാണ് ഇങ്ങോട്ട് വരണം. പക്ഷെ ഒരു മാസം മുമ്പ് കുടുംബത്തിലൊരു കല്യാണം പറഞ്ഞുറച്ച ദിവസമായിരുന്നില്ല. ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങോട്ട് വരണം എന്നുള്ള തീരുമാനത്തിൽ ഞാനതൊക്കെ മറന്നുപോയി. ഞാനെൻ്റെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്നത് 12 മണിക്കാണ്. ഇങ്ങോട്ട് പോരാനുള്ള തയ്യാറെടുപ്പിൽ എൻ്റെ ഭാര്യ കുട്ടികൾ കല്യാണത്തിനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനത് മറന്നുപോയി. അപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്നത് നിങ്ങളെങ്ങോട്ട് പോകണം, നിങ്ങൾ കല്യാണത്തിന് പോകണം ഉണ്ട് നല്ല അവരെ വേറൊരു വാഹനത്തിൽ ഒരുക്കി ഞാനും പോയി എൻ്റെ ബൈക്കുമ്മേ ഞാനും ഇങ്ങോട്ട് പോവുകയും ചെയ്തു. ഏതായാലും ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഒരുപാട് അറിവുകൾ, ചിന്തകൾ, ഇത്രയും ആളുകൾ ഇവിടെ കൂടിയ നമുക്കൊക്കെ ഇനി നല്ലൊരു ജീവിത വിജയം കൊണ്ടുവരാൻ, സമൂഹത്തിൽ മാറ്റങ്ങൾ നമ്മളിലും നമ്മുടെ നാട്ടിലും നമ്മുടെ കുടുംബത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അതോടൊപ്പം നിങ്ങളോടൊക്കെ പറയാനുള്ള എന്താ, ഇനി നമ്മൾ വരുന്നത് ഒറ്റക്കല്ല, നമ്മുടെ കുടുംബമായി നമ്മുടെ ഫാമിലി ആയിട്ട് വരണം. അല്ലാതെ നമ്മൾ ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്ന് വീണ്ടും നമ്മൾ തകരാറിലേക്കാണ്, നമുക്ക് വിജയിക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ ഈ സ്ഥാപനം നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് അറിയിച്ചുകൊണ്ട് താങ്ക് യു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത രൂപത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ സാധിക്കുന്നുണ്ട്.
അത് അത് മാത്രമല്ല സംസാരം നമ്മൾ പ്രസംഗ പരിശീലനം അതിലുപരി ഒരുപാട് ജീവിതം നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപാട് അറിവുകൾ നമുക്ക് ഇവിടുന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് ജീവിതത്തിൽ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്തായാലും സക്സസ്ഫുൾ പേഴ്സൺ ആകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് നമ്മൾ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നന്ദി. ഇനിയും സ്ഥാപനം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഭാഗമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ജീവിതാനുഭവത്തെ പറ്റി എല്ലാവരും പറഞ്ഞു. ഓരോരുത്തരുടെ അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായതാണ്. ഇവിടെ 25 വ്യക്തികളാണ് കൂടിയിട്ടുള്ളതെങ്കിൽ 25 അനുഭവങ്ങൾ നമുക്ക് ചെറിയ നേരം കൊണ്ട് സ്വായത്തമാക്കാൻ കഴിയുന്നുണ്ട്. തുടർന്നും ക്ലാസ്സിന് വരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും ഈ രാജകീയ കല സ്വായത്തമാക്കാൻ കഴിയട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓണമെന്ന് വിചാരിച്ചിട്ട് ഏതായാലും ഇന്ന് ഉറപ്പിച്ചതാണ് ഉദ്ഘാടനത്തിന് പങ്കെടുക്കണമെന്ന് അത്രയും ആഗ്രഹം ഉണ്ടായിട്ട് തിരിഞ്ഞു പോകുന്നതാണ്. അത് ഏതായാലും നഷ്ടപ്പെട്ടിട്ടില്ല. ഏതായാലും നല്ലൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റി, കൂടുതൽ ആൾക്കാരെ ജീവിതത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ പറ്റി. ഏതായാലും നന്ദി, നമസ്കാരം. നല്ല ക്ലാസ്. എല്ലാവരും പല രീതിയിലും അനുഭവങ്ങൾ പറഞ്ഞു. കൂടുതൽ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല. വളരെ കുറച്ച് 5-6 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം വളരെ ഭംഗിയായി സെറ്റ് ചെയ്ത് കണ്ടൊരു ഫൈസൽ സാറിൻ്റെ ഒരു സ്വപ്നമാണ്. കുറേ നാളുകളായി ഉള്ള ഒരു സ്വപ്നമാണ് പൂവണിഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതേപോലെ തന്നെ ചിക്കൻ ബിരിയാണി നഷ്ടപ്പെട്ടത് വളരെയധികം വിഷമമുണ്ട്. കാരണം എൻ്റെ എല്ലാ സഹോദരന്മാരെയും കൂടെ ചിക്കൻ ബിരിയാണി കഴിക്കാന്നുള്ളൊരു ആഗ്രഹത്തോടെ വന്ന് ഞാനൊന്നും കഴിച്ചില്ല ഇതുവരെ. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ട് എൻ്റെ ഒരു പാട്ട് ലാസ്റ്റ് റൈറ്റ് അക്കാദമിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കോവിഡിൻ്റെ സമയത്താണ് ഞാൻ വീട്ടിലിരുന്ന് ഇങ്ങനെ ബോറടിക്കുന്ന സമയത്ത് സ്കൂളിൽ PTA പ്രസിഡൻ്റായി ജോയിൻ ചെയ്തപ്പോൾ പ്രസംഗങ്ങളൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ യൂട്യൂബിൽ തപ്പിയപ്പോഴാണ് ഇങ്ങനെ ഈ അക്കാദമി അല്ല പല അക്കാദമികളെ കുറിച്ച് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഓരോരുത്തരെയായി മാറി വിളിച്ചു. ആ കൂട്ടത്തിൽ ഒന്നുകൂടി സംസാരിച്ചപ്പോൾ എനിക്കൊന്ന് കോൺഫിഡൻസ് തോന്നിയത് ഫൈസൽ സാറിൻ്റെ വാക്കുകളായിരുന്നു. തീർച്ചയായും വരൂ, നമുക്ക് നോക്കാം. എല്ലാവരും ഇങ്ങനെ തന്നെയാണ്. എനിക്കും മൈക്കിനോട് നല്ല പേടിയായിരുന്നു. ആദ്യമൊക്കെ നോക്കി വായിക്കുമ്പോൾ ഫോട്ടോസിലൊന്നും ഒരു ഭംഗിയില്ല. നമുക്ക്